ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ എല്ലാവർക്കും യുദ്ധങ്ങൾ നേരിടാറുണ്ട്. ചിലർ രോഗത്തോട് പോരാടുന്നു, ചിലർ കടഭാരത്തോട് പോരാടുന്നു, ചിലർ കുടുംബ പ്രശ്നങ്ങളോട് പോരാടുന്നു, ചിലർ മനുഷ്യരുടെ വാക്കുകളോട് പോരാടുന്നു. പലരും ഈ യുദ്ധങ്ങൾ ചെയ്ത് ക്ഷീണിച്ചു പോകുന്നുണ്ട്. ക്ഷീണിച്ചു പോകുന്നത് യുദ്ധം കൊണ്ടല്ല, തങ്ങൾക്ക് പോരാടേണ്ടതല്ലാത്ത യുദ്ധങ്ങൾ പോലും സ്വന്തം ചുമലിൽ എടുത്തുകൊണ്ടാണ് അവർ ക്ഷീണിച്ചു പോകാറുള്ളത്. ഇന്നത്തെ ഈ വചനം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു വാക്യം മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതത്തിൽ പല ഭാരങ്ങളും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ വാക്കുകൾ ലഭിക്കുന്നത് യോശാഫാത്തിന്റെ രാജാവിന്റെ കാലത്താണ്. യഹൂദ സമാധാനത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാർത്ത അവർ കേൾക്കുവാനിടയായി. മോവാബ്യരും അമോന്യരും മറ്റു ഗോത്രങ്ങൾ എല്ലാവരും ഒന്നിച്ച് യഹൂദക്കെതിരെ പുറപ്പെട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു. ഒരു ശത്രുവായിരുന്നെങ്കിൽ എങ്ങനെയുമൊക്കെ നേരിടാമായിരുന്നു. ഇവിടെ 3 സൈന്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. യോശാഫാത്ത് അത് കേട്ടപ്പോൾ ആദ്യം ചെയ്തത് സൈന്യത്തെ വിളിക്കുകയായിരുന്നില്ല, വാള് മിനിക്കുകയുമല്ലായിരുന്നു, യുദ്ധതന്ത്രം മെനയുമല്ലായിരുന്നു. എന്താണ് അവൻ ചെയ്തത്? അവൻ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നു. ഇതാണ് ഒരു ദൈവമനുഷ്യന്റെ ആദ്യത്തെ പ്രതികരണം. പ്രശ്നം വന്നാൽ ആദ്യം മനുഷ്യരെ അന്വേഷിക്കുകയല്ല, ദൈവത്തെ അന്വേഷിക്കണം. യോശാഫത്തിന്റെ ജീവിതം അതിന് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ്. അവൻ ജനത്തെ ഉപവാസത്തിന് വേണ്ടി വിളിച്ചുകൂട്ടി. എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അപ്പോഴാണ് ദൈവം യഹസിയേൽ മുഖാന്തരം ഈ വാക്ക് പറയുന്നത്: ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ശത്രു വരത്തില്ല, യുദ്ധം ഉണ്ടാകത്തില്ല, ഒന്നും പറഞ്ഞില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞു: ഈ യുദ്ധം നിന്റേതല്ല. ഇവിടെയാണ് പലരും തെറ്റ് ചെയ്യുന്നത്. ദൈവം ഏറ്റെടുത്ത യുദ്ധത്തിൽ പോലും നമ്മൾ ഇറങ്ങി പൊരുതുവാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ക്ഷീണം സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് നിരാശ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ച് ആ വീട്ടിൽ വന്ന് അവന്റെ മാതാപിതാക്കളോട് ഈ വിവരം പറയും. അത് കേൾക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അവന്റെ അച്ഛൻ എന്ത് ചെയ്യും? കുട്ടിയെ വീണ്ടും അടിക്കാൻ വേണ്ടി അയക്കത്തില്ല. അച്ഛൻ എന്ത് ചെയ്യും? ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തും. കുട്ടിയുടെ ജോലി എന്താണ്? അപ്പനെ വിശ്വസിക്കുക അല്ലെങ്കിൽ അച്ഛനെ വിശ്വസിക്കുക. അച്ഛന്റെ ജോലി എന്താണ്? സംരക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിലും ചില യുദ്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. ദൈവം പറയുന്നു, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതേ യുദ്ധത്തിൽ ഇറങ്ങി ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ദൈവം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം മറ്റൊരു കൽപ്പനയും നൽകി: നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇവിടെയാണ് ഈ വചനത്തിന്റെ ആഴം. കാരണം ദൈവം ആദ്യം രക്ഷ കൊടുത്തില്ല, ആദ്യം അവർക്ക് കൊടുത്തത് സ്ഥിരത. ആ സ്ഥിരതയാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അസ്ഥിരമായ മനസ്സിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ ഒരിക്കലും കഴിയത്തില്ല. പ്രശ്നം വരുമ്പോൾ ആദ്യം കുലുങ്ങുന്നത് നമ്മുടെ സാഹചര്യമല്ല, നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം ആദ്യം അവരുടെ മനസ്സുറപ്പിച്ചത് സ്ഥിരമായി നിൽക്കുക. അതിനുശേഷം മാത്രമാണ് പറഞ്ഞത് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇവിടെയും മറ്റൊരു മനോഹരമായ സത്യമുണ്ട്. ദൈവം ഒരിക്കലും പറഞ്ഞില്ല രക്ഷ ഉണ്ടാക്കുക, രക്ഷ കണ്ടുകൊള്ളാനാണ് പറഞ്ഞത്. അവർക്ക് ചെയ്യാനുള്ളത് യുദ്ധം ജയിക്കുകയായിരുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നത് കാണുകയായിരുന്നു. ഇന്നും പലരും ദൈവത്തിന്റെ ജോലി ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ദൈവം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പോലും സ്വന്തം ശക്തി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു രോഗിയെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും, ഇനിയും നിങ്ങൾ വിശ്രമിക്കൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ സമയത്ത് രോഗി എഴുന്നേറ്റ് ഡോക്ടറോടൊപ്പം ശസ്ത്രക്രിയ ചെയ്യാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ആ രോഗിയുടെ അവസ്ഥ? അത് ചികിത്സയല്ല, അത് അപകടമാണ്. അതുപോലെ തന്നെ ചില യുദ്ധങ്ങളിൽ ദൈവം പറയുന്നത്, ഇനി ഞാൻ പ്രവർത്തിക്കാം, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് വചനത്തിന്റെ അവസാനം വീണ്ടും പറയുന്നത്, ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. ദൈവം നാളെ അവരുടെ നേരെ ചെല്ലുവീൻ എന്ന് വളരെ ശക്തമായിട്ടാണ് പറഞ്ഞത്. അതായത് വിശ്വാസം എന്നത് വീട്ടിലിരിക്കുന്നതല്ല, ദൈവം പറഞ്ഞ ദിശയിലേക്ക് ധൈര്യത്തോടെ നടക്കുന്നതാണ്. അവർ യുദ്ധഭൂമിയിലേക്ക് പോയി, പക്ഷെ യുദ്ധം ചെയ്തത് ആരാ? ദൈവമായിരുന്നു.
അവർ അതനുസരിച്ചു, ദൈവം പ്രവർത്തിച്ചു. അവർ വിശ്വസിച്ചു, ദൈവം അവർക്ക് ജയം നൽകി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഏറ്റെടുത്ത ഒരു യുദ്ധം ഉണ്ടായിരിക്കാം. ആ യുദ്ധത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വചനം ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇവിടെ പറയുന്നു, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണുകൾ പ്രശ്നത്തിലല്ല, നിങ്ങളുടെ ജീവിതം പ്രശ്നത്തിലല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാകട്ടെ. നിങ്ങളുടെ ഹൃദയം ഭയത്തിലായി പോകരുത്. നിങ്ങളുടെ ഹൃദയം വിശ്വാസത്തിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഓരോ ദിവസങ്ങളും ഇനി അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥിരമായി ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ അത് നിർവഹിക്കുകയും ദൈവം ഏറ്റെടുത്ത യുദ്ധങ്ങൾ അവന്റെ കൈകളിൽ സമർപ്പിക്കുകയും ചെയ്ത് വിശ്വാസത്തിൽ സ്ഥിരമായി നിന്നുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ജയിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.